ഹായ് ഫ്രണ്ട്സ്, ഈ മാസത്തെ ആദ്യത്തെ ആഴ്ച നിഫ്റ്റി അടുത്ത കാലത്ത് ഏറ്റവും നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒരു റിക്കവറിയുടെ ലക്ഷണമൊക്കെ കാണിച്ച ഒരു വീക്കായിരുന്നു അത്. ഇന്ന് പക്ഷേ നമ്മൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ ഇടിവിൽ 24,619 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കോഷനായിട്ടാണ് മാർക്കറ്റിൽ ഇടപെട്ടതെന്ന് ആ നിഫ്റ്റിയുടെ ആ ഒരു ചാർട്ട് കണ്ട് നമുക്ക് മനസ്സിലാവും. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട 2 ഇവൻറ്റുകൾ അടുത്താഴ്ച വരാൻ പോവാണ്. ഒന്ന് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും മറ്റൊന്ന് ഇന്ത്യയുടെ തന്നെ ഇൻഫ്ലേഷൻ ഡാറ്റയുമാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഡാറ്റ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്നത് റേറ്റ് കട്ടിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡാറ്റ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ജാഗ്രതയാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല മൊമെൻറ്റം ദൃശ്യമായ 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ സ്റ്റോക്ക് എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. ഇത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നവംബർ ലാസ്റ്റിലാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. 148 എന്നുള്ള ഒരു IPO പ്രൈസിലായിരുന്നു ഈ സ്റ്റോക്ക് വന്നത്. എന്നാൽ ലിസ്റ്റിംഗ് ഡേയിൽ 207 എന്നുള്ള പ്രൈസിൽ ഏകദേശം ഒരു 40% ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 278 എന്ന ലെവലിലാണ് നമുക്ക് കാണുക. അപ്പോൾ ഏകദേശം 70% ഒരു പ്രോഫിറ്റാണ് ഓവറോൾ ഈ IPO പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് വിവിധതരം ഗവൺമെൻറ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് അതുപോലെ വാട്ടർ സപ്ലൈ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഏജൻസികളുടെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി അതിൻ്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു EPC കമ്പനിയാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലെയുള്ള നോർത്തേൺ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിലും ഇപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് കർണാടക, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 46 എന്നുള്ള ഒരു PE ലെവലിലാണ്. ഇൻഡസ്ട്രി PE 35 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ ഒരു സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 2.67% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 10% കൂടുതലുള്ള ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. 3 വർഷത്തെ ഒരു ആവറേജ് CAGR സെയിൽസ് ഗ്രോത്ത് 80%, പ്രോഫിറ്റ് ഗ്രോത്ത് 131%. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു 10% ഒരു അപ്വേർഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയോട് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 47 എന്നുള്ള ഒരു ROCയും 50 എന്നുള്ള ഒരു ROEയും കാണിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് നല്ല സ്ട്രോങ് ഫണ്ടമെൻ്റൽസുള്ള നല്ല ഗ്രോത്ത് സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കൂടാതെ ഇതിൻ്റെ ബിസിനസ് സെക്ടർ എന്ന് പറയുന്നത് ഒരു വാട്ടർ തീം ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെക്ടറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റോക്ക് ട്രിഡൻ്റ് ആണ്. ഇത് 10% ഒരു റാലിയാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ നടന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും അധികം പരീക്ഷിച്ച ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. അപ്പോൾ മധ്യപ്രദേശിൽ നടക്കുന്ന റീജിയണൽ ഇൻഡസ്ട്രി കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് ട്രിഡൻ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ രജീന്ദർ ഗുപ്ത ചെയ്ത ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇന്നൊരു അപ്സൈഡ് മൂവ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ മധ്യപ്രദേശ് ടെക്സ്റ്റൈൽ സെക്ടറിൽ 3000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനി ഓൾറെഡി 5000 കോടിയുടെ ഒരു പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അത് ഫിനിഷ്ഡ് ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റാണ്. അതിന് പുറമെയാണ് ഈ ഒരു 3000 കോടിയുടെ പുതിയ പ്രൊജക്റ്റും കൂടി അവർ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചാബിലെ ലുധിയാന ബേസ്ഡ് ആയിട്ട് ഈ ട്രിഡൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ടവൽസ്, യാൺസ്, ബെഡ്ഷീറ്റ്സ്, പേപ്പർ, കെമിക്കൽസ് തുടങ്ങിയ സെഗ്മെൻറ്റിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ധാരാളം ക്ലയൻസ് ഉണ്ട്. ആ ക്ലയൻസിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 28% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം ഇത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. ഏകദേശം 6% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. കൂടാതെ കമ്പനിയുടെ റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ, ക്വാർട്ടർലി റിസൾട്ടുകൾ അത്ര ആകർഷകമായിരുന്നില്ല. അതെല്ലാം സ്റ്റോക്കിനെ ഡൗൺ ട്രെൻഡിൽ പോകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ട്രൈഡൻറ്റിനെയും നല്ല തോതിൽ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ ട്രൈഡൻറ്റിൻ്റെ മറ്റൊരു ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇവർ തങ്ങളുടെ ബിസിനസ് ഗ്ലോബലി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിംഗപ്പൂരിൽ ഒരു സബ്സിഡിയറി കമ്പനി ഫോം ചെയ്തിരുന്നു. അപ്പോൾ ട്രൈഡൻറ്റ് ഗ്രൂപ്പ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ഈ ഒരു കമ്പനി ടെക്സ്റ്റൈൽ രംഗത്തും ട്രഷറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫൈനാൻസിങ് പോലെയുള്ള അതർ ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ ഗ്ലോബലി ഗ്രോ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സബ്സിഡിയറി രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിരന്തരം കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് നമുക്ക് ട്രൈഡൻറ്റ് ഗ്രൂപ്പിനെ കാണാൻ കഴിയുന്നത്. എന്തായാലും ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ വാർത്തകൾ ലഭിക്കുന്നു എന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എൻകറേജിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.